എന്തൊരു പാടാൻ എന്തൊരു പരുവായി തീർന്നില്ലേ. പാട്ട് കേട്ട് തീർന്നേ പോയി പണി ചെയ്യോ. അളയടേ ഞാൻ മിക്കവാറും നേരത്തെ ഇറങ്ങും. ഡോക്ടറിനെ കാണണം. എന്തടേ രാത്രി ഉറക്കലടേ, പകലാണെങ്കിൽ ഭയങ്കര ക്ഷീണം. നീ ഡോക്ടറിനെ കാണണ്ട, നിനക്ക് കിട്ടണ പൈസക്ക് ആ ഫോണൊക്കെ വെച്ചിട്ട് കളഞ്ഞു പോളെ. എനിക്ക് അറിഞ്ഞൂടെ ചെസ് കളിക്കാൻ. അതിനും വേണം ഒരു ബുദ്ധി. ക്യാരംസ് എടുത്തു, നമുക്ക് ക്യാരംസ് കളിക്കാം. ആ ക്യാരംസ് കളിക്കാൻ അറിയാം, അല്ലെങ്കിലും പെണ്ണുങ്ങൾ കുഴി ചാടിക്കാൻ എടുക്കലാണല്ലോ. ക്യാരംസ് പരുക്കനാണ്, അരിച്ചെടുക്കണം. ചോദിച്ചു ഇവിടെ ഭയങ്കര കോഴിച്ചില്ലേടാ. കൊറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കണ്. നിങ്ങൾ എന്നെ ഉരക്കണ്ട, അവിടെ ഉരക്കി കേട്ടാ. ഇന്നാ സേട്ടാ ഇത് ആട്ടം വരെ കഴക്കൂലിന് ഇതിന്റെ പൈസ ഞാൻ കൊടുക്കും. മോട്ടു ഒരു 2 അടി പലവ എടുത്തോണ്ട് വാടാ. ഓക്കെ സേട്ടാ. സേട്ടാ 2 അടി കൈ കൊണ്ട് അളക്കണോ കാല് കൊണ്ട് അളക്കണോ? ഈ ബംഗാളികളെ പണിക്ക് വിളിച്ച എന്നെ ആദ്യം തല്ലണം. നിന്റെ തലമുടി കൊണ്ട് അളക്കടാ. എവനെ 2 അടി പലവ എടുക്കാൻ പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി? ഇത് എവിടെ പോയി? നീ ഉറങ്ങണ? ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ജോലി ചെയ്യാൻ സമ്മതിക്കൂല. പോയി പലവ എടുത്തോട്ട് വാടാ. സേട്ടാ എനിക്ക് സംശയം സേട്ടാ. ഇവിടെ എന്റെ സംശയം തന്നെ ഇവിടെ തീർക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി സേട്ടാ? വെറുതെ ഇരുന്ന് ഫോണിന്റെ സെറ്റിങ്സ് എടുത്ത് കളിച്ച് ചൈനീസ് ആയിപ്പോയി. ഇതെങ്ങനെ മാറ്റുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടാനില്ല. 2 മണിക്കൂർ കൊണ്ട് ഇത് ശരിയാക്കാൻ പെടണ പാട്. ഞാൻ ബെസ്റ്റീരെ അടുത്ത് അങ്ങോട്ട് വിളിക്കാന്നും പറഞ്ഞു. നോ പ്രോബ്ലം സേട്ടാ, എന്റെ ഫോണിൽ നിന്ന് വിളി. അയ്യടാ പോടാ, ഓർഡറാ ബംഗാളി. നീ എന്തിനാ ഇവിടെ? മേസ്ത്രി അല്ലേ പറഞ്ഞ 2 അടി പളവ നല്ലൊരു അളന്നോണ്ട് വരെ. എന്റെ മുടി ചെറുതായ ഇവിടുത്തെ സേച്ചിയുടെ മുടി വാങ്ങിച്ചു. 2 അടി കറക്റ്റ് ഉണ്ട് മേസ്ത്രി. അടിപൊളി. അപ്പൊ ഇവിടെ നിന്നുള്ള പണി പൈസയും കിട്ടില്ല. ഇനി ഇവന്മാർക്ക് ശമ്പളം കൊടുക്കാൻ അവളെ കൊണ്ട് ഈ സാഫിന്ന് വീണ്ടും ലോൺ എടുപ്പിക്കണമല്ലോ. ഈശ്വരാ.